ശരീരത്തിന് ഇബാദത്തിനോട് വല്ലാതെ കുറവ് വരും, ദുർബലത വരും. ജൽബുല്ലിനവും ഉറക്കിനെ വലിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് കൽബിന് മരവിപ്പ് വരുന്ന രീതിയിലുള്ള ഉറക്കം നിയന്ത്രിക്കണം, ഏറാകരുത്. ഭക്ഷണം പരിധി വിടരുത്. മൂന്നാമത്തത് വൽക്കലാം, സംസാരവും ഓവറാകരുത്. ചിലരൊക്കെ ഇരുന്ന് കഥ പറയുന്നത് കേട്ടാൽ സുബ്ഹാനല്ലാഹ് എത്ര നേരാണ്. ചില സഹോദരിമാരൊക്കെ വർത്തമാനം കൊണ്ട് പറയാൻ തുടങ്ങിയാൽ തീരൂല. എഴുതിയാ പിന്നെ അത് തീരുമോ? പറഞ്ഞാൽ തന്നെ തീരൂലെങ്കിൽ പാകത്തിനുള്ള വർത്തമാനം പറഞ്ഞാൽ മതി. എത്രയത് പറയണ? അല്ല, നിങ്ങൾ അയലൊക്കത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരമായല്ലോ. ഞാൻ കുറച്ചു നേരം വർത്തമാനം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്ര നേരം 2 മണിക്കൂർ വർത്തമാനം. നമ്മൾ മുമ്പ് ഒപ്പം പഠിച്ച ചങ്ങായനോടെ കണ്ടപ്പോൾ എന്തൊക്കെ പറഞ്ഞു? 7ാം ക്ലാസ് മുതൽ ഇന്ന് ഈ ഇത്രയും കാലമുള്ള 10-15 കൊല്ലത്തിനടുക്കളൊക്കെ പറഞ്ഞു തീർന്നിട്ടില്ല. ഇനി 5 കൊല്ലത്ത് ബാക്കിയുണ്ട്. പറയുന്നേ എത്രയാ പറയണത്? പറച്ചിൽ ലിമിറ്റാക്കണം. ഇപ്പൊ പറച്ചിൽ കുറവാണോ കൂടുതലാണോ നിങ്ങളെ അഭിപ്രായം? കൂടുതലാണ്. കാരണം ഇപ്പൊ നേരിട്ടും പറയാണ്, ആളെ കാണാതെയും പറയല്ലേ. ആളെ കാണാതെ പറഞ്ഞിട്ട് സ്രൂ എന്നാണ് വിട്ടുകൊടുക്കല്ലേ. ഒരു ദിവസം എത്ര മിനിറ്റാ സംസാരിച്ചെന്ന് കണക്കൂട്ടി നോക്കി, എത്ര ആൾക്കാർ വിട്ടുകൊടുത്തെന്ന്. അപ്പൊ നോക്കുമ്പോ ഒരു 10-40 ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ തലവനാണ് മൂപ്പര്. ദീനിയായിട്ടോ ഉഖ്റവിയായിട്ടോ ഉപകരിക്കാനൊരു വർത്തമാനമില്ല. എന്തൊക്കെയോ സ്വറകള്. അത് വിട്ടുകൊടുക്കന്നെ. എല്ലാ ഗ്രൂപ്പിലേക്കും അയച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സുന്നത്തോ ഫർളോ ഒക്കെ ആയ കാര്യമാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരു സന്തോഷം നിൽക്കാം. എത്രയാണ് വർത്തമാനങ്ങൾ. വർത്തമാനം കൂടുതലാകാൻ പാടില്ല. വൽ മുഖാലത്തു, കൂടിക്കലർന്നുള്ള ജീവിതവും ഓവറാകരുത്. കൂട്ടുകെട്ടും ഓവറാകരുത്. കൂട്ടുകെട്ട് ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കൽബിന് അതുകൊണ്ടും മരവിപ്പ് വരും. കൂട്ടുകെട്ട് ഓവറായി പോകരുത്, പാകത്തിനാകണം. നീ നിന്റെ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ചിന്തിച്ചെടുക്കാനും പക്വതയോടെ വിലയിരുത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിനക്ക് കഴിയണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാജയത്തിന്റെ കാര്യം എണ്ണിയപ്പോ രണ്ടാമതെണ്ണി ഖസ്വത്തുൽ ഖൽബ്, മൂന്നാമതായി തങ്ങൾ എണ്ണിപ്പറഞ്ഞു തൂലുൽ അമൽ, നീണ്ട ആഗ്രഹം. ആഗ്രഹം നീളരുത്, ചുരുക്കണം. ആഗ്രഹം നീണ്ടുപോകരുത്, ആഗ്രഹം ചുരുക്കണം. കാരണം നമ്മുടെ പ്രായത്തിന് ഒരു പരിധിയുണ്ട്. അള്ളാഹു ഈ ദുനിയാവിൽ തരുന്നത് കുറഞ്ഞ കാലമാണ്. ആ കുറഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ആഗ്രഹങ്ങൾ, ഈ ദുനിയാവിൽ സാധിക്കാത്ത ആഗ്രഹങ്ങൾ ഇനിയും പെരടിയിൽ വെക്കരുത്. അത് കിട്ടിയില്ലല്ലോ, നടന്നില്ലല്ലോ എന്നായിരിക്കും തോന്നലുണ്ടാവുക. നീണ്ട ആഗ്രഹം വേണ്ട. മനുഷ്യൻ എത്ര വാർദ്ധക്യത്തിലേക്ക് പോയാലും, മനുഷ്യൻ എത്ര പ്രായത്തിലേക്ക് പോയാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യൻ എത്ര പ്രായം കൂടുതലായാലും 2 മനുഷ്യന്റെ കൂടെ എപ്പോഴും യുവാവായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് അൽ ഹിർസു, അലച്ച മാറുന്നില്ല. മറ്റൊന്ന് തൂലുൽ അമൽ, നീണ്ട ആഗ്രഹം, അത് യുവാവാണ്. അത് രണ്ടും യുവത്വത്തിന്റെ പ്രസരിപ്പിലാ നിൽക്കുന്നത്. തീരുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഒതുങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പക്വതയിൽ അദ്ദേഹത്തിൻ്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ എത്തിയിട്ടുണ്ട്. ഒരുപാട് വീഴ്ചകളും വീക്ക്നെസ്സുകളൊക്കെ സംഭവിച്ചതാണ്. തിരുത്തിയിട്ടത് പരിഹരിക്കാനും മറ്റുമൊക്കെ സമയമായിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതിനൊന്നും തുനിയാതെ വീണ്ടും പഴയപടിയിലേക്ക് തന്നെ ജീവിതം കൊണ്ടുപോകുന്നു. ആഗ്രഹം തീർന്നിട്ടില്ല. അതുകൊണ്ടാണത്. വൽഹിർസു അലദ്ദുന്യാ, ദുന്യാവിൻ്റെ മേലുള്ള അലച്ചയുണ്ടായിട്ട് ഏതൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, വാങ്ങേണ്ടത്, കൊടുക്കേണ്ടത്, അതിന് കൃത്യതയില്ല, അതിനൊരു ലെവലില്ല, ലിമിറ്റില്ല. അലച്ച വെച്ചിട്ട് മനുഷ്യൻ ഉള്ളതിലേക്ക് മുഴുവനും പോയി ചേരുന്നു. ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന് പിടിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലാ തഅമല ഫീഹിൽ മൗഇള, ഉപദേശം ആ മനുഷ്യനിൽ യാതൊരു പ്രതിഫലനവും വരുത്തില്ല. ഉപദേശങ്ങൾ ഒരുപാട് കേൾക്കുന്ന കാലമല്ലേ ഇപ്പോ. എത്ര വാള് കേൾക്കുന്നുണ്ട്. വലാ തുഅസ്സിറു ഫീഹിൻ നസീഹ, എത്ര ഉപദേശങ്ങളും ആ മനുഷ്യനിൽ സ്വാധീനം വരുത്തൂല.
വാല് കേട്ടിട്ട് ചേഞ്ച് വരേണ്ടതുണ്ടോ? ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഖൽബിന് നല്ല മാറ്റമുണ്ട് എന്നതിൻ്റെ അർത്ഥമാണ്. വലാ തദ്ഹറു ഫീഹി ബറകത്തു മുജാലസത്തി സ്വാലിഹീൻ. ഒരുപാട് സ്വാലിഹീങ്ങളുടെ സയ്യിദന്മാരുടെയും ഉലമാഇന്റെയും സദസ്സിൽ പങ്കിട്ടിട്ടുണ്ട്. അതിൻ്റെ ബറക്കത്തൊന്നും അയാളിൽ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ഖൽബിന്റെ മരവിപ്പാണ്. ഖൽബിന് മരവിപ്പ് വരരുത്. ഖൽബിന് നല്ല ശുദ്ധി വരണം, ഖൽബിന് മാറ്റം വരണം. നിങ്ങൾ കണ്ടില്ലേ മഹാത്മാക്കളെ പലരെയും മാറ്റിയത്? നേരത്തെ ഞാൻ ഓതിയ ആയത്താണെന്ന് സൂചിപ്പിച്ചല്ലോ. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെറുപ്പകാലഘട്ടത്തിൽ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞങ്ങളൊരു ഒരു തോട്ടത്തിൽ നല്ലോണം പാനീയങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. കളിക്കാൻ ഓരോരുത്തരുടെ കയ്യിലും ഓരോ വടിയുണ്ട്, നീണ്ട വടിയുണ്ട്. അങ്ങനെ ഒരു കളിയാണ് എന്ന് കൂട്ടിക്കോളൂ. ഇപ്പൊ വളഞ്ഞ വടി കൊണ്ടൊക്കെ ഉള്ള കളിയുണ്ടല്ലോ, അതുപോലെ നീണ്ടൊരു വടി കൊണ്ടുള്ള കളിയാണ്. എല്ലാവരുടെ കയ്യിലും വടിയുണ്ട്. ഞാൻ എൻ്റെ വടി കൊണ്ട് അടിച്ച് കളിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോ ആ വടിയുടെ ഉള്ളിൽ നിന്നൊരു വർത്തമാനം, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചെറുപ്പക്കാരനാണ്. എൻ്റെ വടിയുടെ ഉള്ളിൽ നിന്ന് കേട്ട ഈ ഉപദേശം, നീ ഒരു മൂമിനല്ലേ, ഇനിയും പടച്ചോനെ പേടിച്ച് നന്നായി ജീവിക്കാനും നടക്കാനും നേരമായിട്ടില്ലേ എന്ന ഈ ഉപദേശം ഞാൻ കേട്ടപ്പോ ആ വടി ഞാൻ ഭൂമിയിൽ ആ വടി പൊട്ടിച്ചു കളഞ്ഞു. ഞാൻ ആ കളിയുടെ എല്ലാ കാര്യങ്ങളും മേഖലകളും ഒഴിവാക്കി വിജ്ഞാന മേഖലയിലേക്കും വിവാദത്തിലേക്കും പ്രവേശിച്ചു മുഴുകി. പിന്നെ ഞാൻ ആ രംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. ആ ഒരു ഉപദേശമാണ് അതിൻ്റെ കാരണം.